എവർഗ്രീൻ നേഴ്സറിയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് എല്ലാവരും വിദേശ രാജ്യത്തു നിന്ന് കുറച്ച് ചക്കപ്പഴവും കുറച്ച് മാങ്ങായും കുറച്ച് ഫ്രൂട്ട്സുകളെല്ലാം വന്നു. എല്ലാവരും വിദേശിയുടെ പുറകെ ഓടുവാണ്. നമ്മുടെ നാട്ടിലും പണ്ട് കാലം തൊട്ട് കുറേ ഫ്രൂട്ട്സുകളുണ്ട്. നമ്മുടെ നാട്ടിലെ വരിക്കച്ചക്ക, പണ്ട് കൂഴച്ചക്ക, ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. നിങ്ങളിപ്പോൾ എന്നാ ഒരു ചക്ക കിട്ടിയാൽ അതിനകത്ത് നിറച്ചൊരു ചക്ക കിട്ടിയാൽ ഇഷ്ടം പോലെ ചുള, ഒരു ചക്ക കിട്ടിയാൽ 4 വീട്ടിലേക്ക് മുറിച്ച് കൊടുക്കാനുള്ളത്, അയൽക്കാരും കൂടെ വന്ന് പിറക്കി ഒരു ജീവിതമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും മറന്നു പോവാം. ഇപ്പോൾ പുതിയ വിദേശ ഫ്രൂട്ട്സിൻ്റെ പുറകെയാണ് ഓടുന്നത്. അവിടെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഇതൊരു ഏറ്റവും ഗുണകരമായ ഒരു ഫ്രൂട്ട്സാണ് ആത്ത എന്ന് പറഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട്സാണ്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആത്തമരം മിക്ക വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിന്ന് അതിന് പഴുത്താലും പച്ചയ്ക്കും ഒരു കളർ തന്നെയായിരിക്കും മിക്ക ആത്തയ്ക്കും. ആ ആത്തയൊക്കെ ഇപ്പോൾ പലരും വെട്ടിമുറിച്ച് കളഞ്ഞിട്ട് ആത്തയില്ല. അതുകൊണ്ട് ഈ ആത്തയൊക്കെ ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ സ്ഥലമുള്ളവർ ഒരെണ്ണം മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെയാണ് ഹൈബ്രിഡ് സാധനമാണ്. ഞങ്ങൾക്കൊരു ഡ്രമ്മിനകത്ത് വെച്ചാലും ഒരാത്തയ്ക്ക പറിച്ച് തിന്നാം. അതുപോലെ ചെടിയെപ്പറ്റി പറഞ്ഞാലും നന്ദ്യാർവട്ടമൊക്കെ പണ്ടൊക്കെ എല്ലാ മുറ്റത്തുകളിലുണ്ട്. ഇപ്പോൾ എല്ലാവരും ബൊഹേമില്ല ഈ പൂവ് ഭംഗിക്ക് വേണ്ടി പോകും. ഒരു നന്ദ്യാർവട്ടം പണ്ടത്തെ കാലത്ത് പിള്ളേർക്ക് കണ്ണിന് അസുഖം വന്നാലോ വലിയവർക്ക് കണ്ണിന് അസുഖം വന്നാലോ അതിൻ്റെ നന്ദ്യാർവട്ടത്തിൻ്റെ പൂവ് പിഴിഞ്ഞായിരുന്നു കണ്ണിൽ ഒഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു വൈദ്യുതി അടുത്ത് പോയല്ല. ഈ നന്ദ്യാർവട്ടത്തിൻ്റെ തൈകൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. നല്ല പൂവോടുകൂടി വേണമെങ്കിൽ തരാം. നല്ല ഭംഗിയായ ചെടി നന്ദ്യാർവട്ടമുണ്ട്. അതുപോലെ തന്നെ ആത്തയുണ്ട്. അതുപോലെ പല വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിക്കാനും ഭംഗിയായി നോക്കാനും ശ്രമിക്കുക. ഇതെല്ലാം എവർഗ്രീന് ഇനി ഭാവിയിലേക്ക് എൻ്റെ ചിന്ത അതാണ്. ഈ വിദേശ പഴങ്ങളെക്കാളും കൂടുതൽ നമ്മൾ നാട്ടുപഴങ്ങൾ, നമ്മുടെ ഈ നാട്ടുമാവ് 2-3 ഐറ്റം ഉണ്ട്. അതുപോലെ അങ്ങനെ നാട്ടിലെ ഓരോ സാധനങ്ങൾ വെച്ച് കൊടുക്കുകയാണ് നല്ലത്. അതൊക്കെ ഭാവി ലൈഫും കാണും. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു നാട്ടിലെ സാധനം വെക്കുന്ന ലൈഫ് ഒരിക്കലും വെളിയിൽ നിന്ന് വരുന്ന ഒരു വിദേശിക്കും കാണില്ല. അതെല്ലാം നമ്മുടെ എവരിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയെ കാത്തിരിക്കുക. ഹായ്.